ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് വീണ്ടും നമ്മളൊരു ഫുഡ് റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. കുറേ പേരുണ്ട്, അതുകൊണ്ടാണ് ഇത്രയും നോയ്സ്. നമുക്ക് എന്തൊക്കെയാണ് ഫുഡ് ഐറ്റംസ്, എവിടെ നിന്നാണ് എന്നൊക്കെ ഇവിടെ പറഞ്ഞു തരാൻ ഒരാളുണ്ട്. ചോദിച്ച് മനസ്സിലാക്കാം. ഒരാൾ ആദ്യമേ കഴിക്കാൻ തുടങ്ങി, കാണിച്ചു തരാം. ഇതാണ് ബാലു ചിറ്റപ്പൻ. എൻ്റെ ചിറ്റപ്പനാണ്, മൈ ഫേവറേറ്റ് ചിറ്റപ്പനാണ്. ചിറ്റപ്പൻ ഇത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്കിതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തരും. ഓക്കെ, ഇവിടെ എൻ്റെ അനിയത്തിയാണ് ഗൗരി. ഇതാണ് നമ്രത, എൻ്റെ സിസ്റ്ററാണ്. നോക്കട്ടെ ഒരു മിനിറ്റ്. ഇതാണ് നമ്രത. നമ്രതയുടെ ബുക്സ് ഉണ്ട് ഇവിടെ. ഹാൻഡ് റൈറ്റിംഗ് കൂടെ കാണിക്കണ്ട, നല്ലതായിട്ട് എഴുതും. ഇനി നമുക്ക് നമ്മയുടെ ഒരു പാട്ട് കേൾക്കാം. എവിടെ പോണേ? പ്ലേറ്റ് എടുക്കാൻ വന്നിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു എനിക്ക് ഒരു പാട്ട് വായിച്ചു തരും. കാണുണ്ടാക്കാം ചേച്ചി. വരൂ 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 പ്ലീസ്. ഞാൻ ഈ അടുത്ത കുറച്ച് എപ്പിസോഡ്സിൽ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നമ്മുടെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നതായിരുന്നു. ഇങ്ങോട്ട് പാവുണ്ട് കൈ. ശരി, ഇവിടെ നിന്ന് വായിച്ചാൽ മതി. കാർ വെച്ച് കളിക്കുന്ന ആനന്ദു. നിങ്ങൾ പറയണ്ട. ശംഭു എന്ന് നോക്കണേ. ശംഭു നോക്കാൻ വന്നതാണ്. ഓക്കെ, അപ്പൊ ബാബ ടേസ്റ്റ് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തു നിന്നാണ് നമ്മൾ ഈ ഫുഡ് വാങ്ങിച്ചിരിക്കുന്നത്. നമ്മൾ ഓർഡർ കൊടുക്കുന്ന അനുസരിച്ച് ചെയ്തു തരും. സോ നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്ന്. ഇതൊക്കെ എന്താണെന്ന് ചോദിക്കരുത്, ചിറ്റപ്പൻ പറഞ്ഞു തരും. ഓക്കെ, ഇത് ചിക്കൻ ഫ്രൈ, ഇത് ബട്ടർ ചിക്കൻ, ഇത് ബീഫാണ് ചിറ്റപ്പ. പിന്നെ നമുക്കിതാ ഇവിടെ ഡെസേർട്ടിന് നമ്മൾ ഐസ്ക്രീം, ഗുലാബ് ജാമുൻ വാങ്ങിച്ചിട്ടുണ്ട്. ഇനി ഒരു വലിയ പാത്രത്തിലാണ് നൂഡിൽസ് ആണ്. മണം. ഇത് പറോട്ടയാണ്. ഇത് ഫ്രൈഡ് റൈസ് ആണ്. എനിക്ക് തോന്നുന്നു ഇത് ചിക്കൻ കറിയാണ് എന്നാണ്, അതോ മട്ടൻ കറി? മട്ടനാണ്. ചിക്കൻ ഉണ്ട്, നൂഡിൽസ് ഉണ്ട്, ഐസ്ക്രീം ഉണ്ട്, ഗുലാബ് ജാമുൻ ഉണ്ട്, മട്ടൻ ഉണ്ട്, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. പിന്നെ ഇത് കഴിക്കുമ്പോൾ ഇതെങ്ങനെയാണെന്നും ടേസ്റ്റ് എങ്ങനെയുണ്ടെന്നും ഇതിൻ്റെ റേറ്റിംഗ് എങ്ങനെയാണെന്നും നമ്മൾ പറയാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ മെയിൻ അജണ്ട എന്ന് പറയുന്നത് ഫുഡ് ടേസ്റ്റ് ചെയ്ത് അതിനെ റിവ്യൂ ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫുഡ് വാങ്ങിച്ചിരിക്കുന്നത് എവിടെ നിന്നാണ്? ബാബാസ് ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഹോം മെയ്ഡ് അല്ലേ, അങ്ങനെ അവർക്ക് ഔട്ട്ലെറ്റ് ഒന്നും ഇല്ലല്ലോ. ഇല്ല, ബാലചിറ്റപ്പൻ്റെ ഫ്രണ്ടിൻ്റെ വൈഫ് പ്രിപ്പയർ ചെയ്യുന്നതാണ്. നമ്മൾ കുറേ ഡിഷസ് കാണിച്ചു, നമ്മളത് ടേസ്റ്റ് ചെയ്യുന്നു, മാർക്ക് പറയുന്നു. ഞങ്ങൾക്ക് നല്ല വിശപ്പുള്ളതുകൊണ്ട് ഓരോന്നായിട്ട് ടേസ്റ്റ് ചെയ്യാതെ ടേസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ മാർക്ക് പറയും. ഓക്കെ, അപ്പം നമുക്ക് തുടങ്ങാം. ശരി, അപ്പോൾ നമ്മൾ പ്ലേറ്റൊക്കെ കണ്ട് വിചാരിക്കേണ്ട കുറച്ചേ കഴിക്കുന്നുള്ളൂ എന്ന്. ഞങ്ങൾ നിറയെ കഴിക്കുന്നുണ്ട്. ഇപ്പോൾ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഓർഡർ ചെയ്ത എല്ലാ സാധനങ്ങളും കുറച്ച് എടുത്തിട്ടുണ്ട്. ചിക്കൻ സൂപ്പ് മാത്രം എടുത്തില്ല, കാരണം പിന്നെ കഴിക്കാൻ പറ്റിയില്ലെങ്കിലോ. എന്തെങ്കിലും ഒന്ന് പറയടേ. ശരി, അപ്പോൾ ആദ്യം നമ്മൾ ചിക്കൻ ഫ്രൈഡ് റൈസ് ആണ് ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അതിനൊന്നും ഇട്ടില്ല. നോർമൽ നമ്മുടെ ഫ്രൈഡ് റൈസ് ടേസ്റ്റ് അല്ല, പക്ഷെ അജിനോമോട്ടോ ഇട്ടിട്ടില്ല. നമുക്ക് ടേസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും.
ഭയങ്കര വെരി ഹെൽത്തി. വേറൊരാള് നല്ല ഹെൽത്തിയാണ്, ടേസ്റ്റിയാണ്. അപ്പൊ 5 ചിക്കൻ ഫ്രൈഡ് റൈസിന് ഞങ്ങളുടെ മാർക്ക് 445. ശരി, അപ്പൊ നമ്മുടെ ഫ്രൈഡ് റൈസിന്റെ മാർക്ക് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത് പെറോട്ട. യെസ്, കൊച്ചു പീസ് അവർ നോക്കുമ്പോ പീസ് പോലും ഇല്ല. തല ഇങ്ങോട്ട് കേട്ടിട്ട് ഇങ്ങനെ ചരിഞ്ഞിരിക്കാതെ കൊള്ളാം. നല്ല സോഫ്റ്റ് ആണ്, നല്ല ടേസ്റ്റി ആണ്. അപ്പൊ 5 പൊറോട്ടയ്ക്ക് മാർക്ക് 1, 2, 3 സ്റ്റാർട്ട്. നമുക്ക് രണ്ടുപേർക്കും കുറച്ച് ടേസ്റ്റ് അറിയാന്നുള്ളത് വെറുതെ കഴിക്കണം. 5, 5, 4. ഓക്കെ, അടുത്ത നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത് ബട്ടർ ചിക്കൻ ആണ്. ബട്ടർ ചിക്കൻ. ചിക്കൻ ഇല്ല, കുറച്ച് മസാലയുടെ ഒരു ടേസ്റ്റ് കുറച്ച് കൂടുതലുണ്ട്. ഹോട്ടലിലുണ്ടാക്കുന്നതും വീട്ടിലുണ്ടാക്കുന്നതും തമ്മിലുള്ള ഒരു വ്യത്യാസം ഉണ്ടല്ലോ. സോ വീട്ടിലുണ്ടാക്കി ഇങ്ങനെ ഇരിക്കുള്ളൂ, അവിടെ ഒരു മസാലയുടെ ഒരു ടേസ്റ്റിന്റെ കൊള്ളാം. സോ മാർക്ക് നോക്കാം. ഞങ്ങളുടെ മാർക്ക് ശരി 4. നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഗോബി മഞ്ചൂരിയൻ ആണ്. ഓക്കെ, അതിൽ നമ്മുടെ വെജ് ഡിഷ് അത് ഒരെണ്ണേ ഉള്ളൂ. നോക്കട്ടെ. അപ്പോ ഗോബി മഞ്ചൂരിയന് 5 ഞങ്ങളുടെ മാർക്ക് 3. ഓക്കെ, അങ്ങനെ ഭയങ്കര ഒരു അടിപൊളി ടേസ്റ്റ് അല്ല, ഞാൻ പറഞ്ഞില്ല ഹോംലി ടേസ്റ്റ് ആയത് കൊണ്ട് തന്നെ കുറച്ച് ഞങ്ങൾ ഒന്ന് പിടിച്ചാണ് മാർക്ക്. നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത് നൂഡിൽസ് ആണ്, ചിക്കൻ നൂഡിൽസ് ആണ്. നൂഡിൽസിന്റെ മാർക്ക് 4. വിശ്വസിക്കരുത് ഇവിടെ. നൂഡിൽസ് നല്ല ഉണ്ട്. എനിക്ക് ഫ്രൈഡ് റൈസ് കമ്പയർ ചെയ്തപ്പോൾ നൂഡിൽസ് ആണ് ഇഷ്ടപ്പെട്ടത്. ഇനി നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത് ബീഫ് ഒലത്തിയതോ ഇല്ല, ഞാൻ കറി മറ്റുമ്പോൾ നക്കാൻ മാത്രമേ. സോ ബീഫിന്റെ മാർക്ക് 4, 4, 5. ആരെങ്കിലും പറഞ്ഞാൽ കഴിക്കരുതെന്ന്. കഴിക്കാൻ കള്ള മാർക്ക് ഇടാൻ പറ്റുമോ? കഴിക്കാൻ പറ്റില്ല, അതുകൊണ്ട് കഴിച്ചില്ല. സോ 4, 4, 5. ഓക്കെ, അടുത്തത് കഴിക്കാതെ മാർക്ക് ഇട്ടാണ്. അടുത്തത് ഇനി ചില്ലി ചിക്കൻ. ചില്ലി ചിക്കന് എന്റെ മാർക്ക്, നമ്മുടെ മാർക്ക് 1, 2, 3. അടുത്തത് മെയിൻ ഐറ്റമായ ചിക്കൻ ഫ്രൈ. ചിക്കൻ ഫ്രൈക്ക് ഞങ്ങളുടെ മാർക്ക് ഓക്കെ. ഇനി ഒരു ഐറ്റം കൂടെ ടേസ്റ്റ് ചെയ്യാനുള്ളൂ, അത് മട്ടൻ കറിയാണ്. അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. മട്ടൻ കറിക്ക് ഞങ്ങളുടെ മാർക്ക്. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഒരു ടേസ്റ്റ് വെച്ചിട്ടാണ് കേട്ടോ. ഹോം മെയ്ഡ് ആണ്, വളരെ ടേസ്റ്റിയാണ്, വളരെ ഹെൽത്തിയാണ്. നമുക്ക് ഈ ചിക്കൻ ഫ്രൈ ഒക്കെ കഴിക്കുമ്പോൾ തന്നെ നല്ല ഓയിലിൽ ഫ്രഷ് ആയിട്ട് വറുത്താണെന്ന് നമുക്ക് ഫീൽ ചെയ്യും. അങ്ങനെ ഒരു ടേസ്റ്റ് വരുന്നുണ്ട്. ഇനി ഗുലാബ് ജാമുനുണ്ട്, അത് നമ്മൾ കഴിക്കുമ്പോഴുള്ള സ്പീഡിൽ ഇനി വീഡിയോ എടുക്കാൻ പറ്റുമോ എന്നറിയില്ല. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ സൂപ്പ് കുടിച്ചില്ല, ഞാൻ പറഞ്ഞു വിശന്നോണ്ടൊന്നും. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് പിന്നെ വേറൊരു കാര്യം ഞാൻ പറഞ്ഞു, ബാബാസ് ടേസ്റ്റ് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് ഇത് മേടിച്ചത്. അപ്പൊ നിങ്ങൾക്കും അവിടെ നിന്ന് ഓർഡർ ചെയ്യാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഇവിടെ ഞാൻ നമ്പർ കൊടുക്കുകയാണ്, അതിൽ വിളിക്കാം, ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇന്ന് ഞങ്ങളെല്ലാം വയറ് നിറയെ കഴിച്ചിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങട്ടെ. അടുത്തൊരു എപ്പിസോഡിലൂടെ പുതിയ കാര്യമായിട്ട് വീണ്ടും കാണാം. എല്ലാം കഴിച്ചു, ഇന്നത്തെ റേറ്റിംഗ് എല്ലാം കണ്ടല്ലോ. ഇനി എല്ലാവരെയും